ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇത് ഒരു ലോങ് സ്ട്രീം ആവില്ല. ലോങ് സ്ട്രീം അല്ല, ഒരു RP അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ടോട്ടലി മൈൻഡ് ഓക്കെ അല്ല. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ആ ഗ്യാങ്ങായിട്ട് എനിക്ക് എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട്. നോ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് പുറത്ത് നിന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടും ഭയങ്കര ചില്ലായിട്ടും പറഞ്ഞ് തീർത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതുവരെ ഉണ്ടായിരുന്ന എങ്ങനെയാണോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കാണാനൊക്കെ തന്നെ ആയിരിക്കും ആഗ്രഹം. എനിക്കറിയാം അത് നടത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കഴിയൂല. അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫാമിലി എന്നുള്ള ഒരു സാധനം മാത്രമല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ അതിൽ നിന്ന് ഇറങ്ങാനും എനിക്ക് പേഴ്സണൽ വേറെ റീസൺസ് ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ ഓൺലൈൻ സ്ട്രീമിൽ വന്നാണ്ട് പറയരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓൾറെഡി അതിപ്പം ഇന്ന് ഈവനിങ് രാജുഭായി ഒക്കെ സ്ട്രീം ചെയ്തപ്പം രാജുഭായിൻ്റെ ലൈവിൽ ഓൾറെഡി ഞാൻ ഈഗോ എന്നുള്ളൊരു സാധനം വന്നു. എൻ്റെ അടുത്ത് ഇത് ഏറ്റെടുത്ത് നടത്തി റാംബോ ഇതിൽ നിന്ന് മാറിത്തരാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല. ഞാനിത് ഇങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞ് എൻ്റെ ഈഗോൻ്റെ പുറത്താണെന്നുള്ളതാണ് പറഞ്ഞത് ലൈവിൽ. അപ്പം അതിന് എനിക്കൊരു ക്ലിയർ കട്ടായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എൻ്റെ നിലപാട് മാറ്റൂല. ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിലേ പോവുള്ളൂ. ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക. അത് നിങ്ങളിവിടെ എത്ര സ്പാം ചെയ്തിട്ടും കാര്യമില്ല. അതിന് ഇനി എനിക്ക് നിങ്ങൾ ഓഡിയൻസിൻ്റെ ഒരു എന്താ പറയുക 50% സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്ക് ബാക്കി 50% സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം വെച്ചാണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. മെയിൻ തിങ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഈ ഗ്യാങ്ങിൻ്റെ ലോ സൗണ്ടാ. ഹലോ 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 ചെക്ക്. ഹലോ ഹലോ സൗണ്ട് ഓക്കെ ആയോ? ഹലോ ഹലോ. ശരിക്ക് പണ്ട് കോലീഡർ ലീവ് ആവും എന്ന് ഡിസിഷൻ എടുത്ത് ചേഞ്ച് ആക്കിയില്ലേ? ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഡിസിഷൻസ് ഉണ്ട് ബ്രോ. അല്ലാതെ നമ്മൾ മൈൻഡ് ഫക്ക് ആയാണ്ട് ഇറങ്ങി പോകുന്ന പോലെയല്ല. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇതേമാതിരി 1-2 പ്രാവശ്യമൊക്കെ എക്സിറ്റ് അടിച്ച് പോയിക്കണം. പക്ഷേ സ്റ്റോറി ഇടുമോ? ഒരു മിനിറ്റ് പോയത്. വൈറ്റ് വരൂല ഗൈസ്. വൈറ്റ് വന്നാൽ എന്താ അറിയോ, നിങ്ങൾക്ക് സൂപ്പർ ചാറ്റിൻ്റെ മേളേക്കാരം ഒന്ന്. പിന്നെ ആ സാധനത്തിന് എനിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് എനിക്കിത് ഒതുക്കാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഞാൻ എന്തായാലും, കാരണം നിങ്ങൾ പൈസ ഇട്ടുങ്ങാണ്ട് ഈ സാധനം ആക്കിക്കണ്ട് പിന്നെ എനിക്കത് ഭയങ്കര നെഗാവും. എനിക്കത് താല്പര്യമില്ല. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആവണമെന്ന് എനിക്ക് അറിയില്ലടാ. എന്താ ഇതിങ്ങനെ കിക്കിൻ്റെ ആയതുകൊണ്ടാണ് എന്താ അറിയില്ല, ഇങ്ങനത്തെ ഒരു ബഗ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണില്ല. എനിവേ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ തൊപ്പി ഷമീർ കോൺട്രവേഴ്സീസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ ഭയങ്കര പേഴ്സണൽ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് പബ്ലിക് ആക്കിങ്ങാണ്ട് വന്നപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര നല്ല രീതിക്ക് എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്തു. നിങ്ങൾക്കടക്കം ഓഡിയൻസ്. ഹലോ, ആ ലൈവാ. നിങ്ങൾ ഓഡിയൻസിനടക്കം അതിൽ ഭയങ്കര എന്തായാലും ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഞാൻ ആ കോൺട്രവേഴ്സി, ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റി ഒന്നല്ല ഞാൻ സംസാരിക്കണത്. ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും മാക്കും ഇതേപോലെ മാലിക്കും ഇരുന്ന് VC-യിൽ ഇരുന്ന് കണ്ട് ഞങ്ങളിതിങ്ങനെ കാണായിരുന്നു. ആ സംഭവമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെ അത് മോർ വൾഗാരിറ്റിക്ക് ഇങ്ങനെ പോയപ്പോൾ ഇതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഓൾറെഡി എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഈ ഒരു സാധനത്തിന്. ഇങ്ങനെ ഭയങ്കര
വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇനി എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഇതേപോലെ പ്ലെയേഴ്സായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് വന്നാണ്ട് ഇതേപോലെ പറഞ്ഞു, ബോസ് നമുക്ക് ഒന്ന് ഉസ്മാൻ പറഞ്ഞു, ഒന്ന് വേറെ കുറച്ച് പ്ലേയേഴ്സൊക്കെ എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് പേര് മാറ്റേണ്ടി വരും, ഈ പേരിൽ കളിക്കാൻ ഇനി പറ്റൂല, ഈ പേര് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് ഈ സാധനം ഞാൻ റാംബോൻ്റെ അടുത്ത് പോയി കണ്ട് ആ സമയത്ത് അതെൻ്റെ മിസ്റ്റേക്കാണ്. ഒന്നാമത് വിളിക്കാൻ പാടില്ലായിരുന്നു, കാരണം അവൻ നല്ല ട്രിഗറായി പൊട്ടി നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, റാംബോ അത് എന്താ കളിയാ, അത് ഇങ്ങനെ പറ്റ കൈവിട്ട് പോകുന്നുണ്ട്, ഒന്ന് വിളിച്ചിട്ട് ഇത് നിർത്താൻ പറ അപരാധം. ഇത് നമ്മളിങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേര് മാറ്റേണ്ടി വരും, ഈ പേര് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം അത് എന്തോ അവന് ഭയങ്കര ബാഡായി. അതാ അവൻ്റെ ഒരു മോശം ഒരു സംഭവം വന്നപ്പം ഞാനതിൽ പേര് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞതിൽ അവന് ബാഡായി. അപ്പോൾ ഇതേപോലെ ഒരു ഞങ്ങളടിയിലുള്ള ഒരു പേഴ്സണൽ കാര്യം ഇതേമാതിരി അവൻ്റെ അടുത്ത് പറഞ്ഞു. പോയാ ഹലോ ഹലോ ഇല്ല. ഞങ്ങളെ ഇടയിൽ ഇതേമാതിരി ചെറിയൊരു ഞങ്ങളതായ അതൊരിക്കലും പുറത്ത് പറയുന്ന അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് പേഴ്സണൽ സംഭവം എൻ്റെ അടുത്തിട്ട് അടിച്ച് ഈ ഒരു സംഭവം അത് എനിക്ക് ഭയങ്കര ബാഡായി എന്ന് പറഞ്ഞപ്പം ഇതേമാതിരി ഞങ്ങൾ രണ്ടാളും ഇതേമാതിരി ഉടക്കി ചെറുതായിട്ട്, അങ്ങനെ തന്നെ പറയാം. ഞാനും റാംബോവും ഒരു ചെറുതായിട്ട് ഞങ്ങൾ സംസാരത്തിൽ ഉടക്കി. ആ ഉടക്കിയപ്പം ഇതേപോലെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാ. ഒരു OC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് എൻ്റെ ആ ഒരു സംഭവം നെഗായി വന്നപ്പം ഞാൻ അതിന്ന് ബാക്ക് ഓഫ് ചെയ്ത സമയത്ത് ഈ സാധനം ഇതിന് ശേഷം VCയിലൊക്കെ വിളിച്ചു വരുത്തി റാംബോ എല്ലാവരും വിളിച്ചിട്ട് ആ പേഴ്സണൽ കാര്യത്തിനെ പറ്റിയൊന്നും ഞാൻ പറയണില്ല. ഓനും ഇതെന്തായാലും പറയൂല, കാരണം ഞാൻ അതിനെ പറ്റിയിട്ടൊന്നല്ല, അത് ആരെ ഭാഗത്തും തെറ്റില്ല. ഞാൻ അത് ആസ് എ ഫ്രണ്ട് നമ്മളെ ഇടയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്, മനസ്സിലായോ? നമ്മളെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ഫ്രണ്ട്സായി നിൽക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു സാധനം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര ബാഡായി. ഞാനും ഓനും ഇതേമാതിരി ഉടക്കി. ആ ഒരു ഇതിൻ്റെ ഇടക്ക് ഓൻ വന്നുകാണ്ട് VCയിൽ വന്നുകാണ്ട് ഇതേപോലെ നിങ്ങൾക്കൊക്കെ പേര് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കളിച്ചോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങിത്തരാം, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. അത് എനിക്ക് അതിലേറെ ബാഡായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചപ്പം അത് പിന്നെ വഷളായപ്പം ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ഇനി ആവില്ല, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചത്. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ഞാൻ ആദ്യം വിളിച്ചത് ഈഗിളിനാണ്. ഈഗിളിന് വിളിച്ചിട്ട് ഞാൻ ഇതേമാതിരി എനിക്ക് മൊത്തം ബാഡായി കൊണ്ട് നിൽക്കുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈഗിളിനെ വിളിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഈഗിളിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് എന്തായാലും ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സിൻ്റെ ഒക്കെ ഒരു ഭാഗം ഇപ്പോൾ അഥവാ നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലത്തെ OC കാര്യങ്ങളുള്ള പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സായി നിൽക്കുന്ന ഒരു സംഭവത്തിൽ ഇപ്പം നടന്നുകൊണ്ട് നിന്ന് അതേപോലത്തെ ഒരു ഇതിൻ്റെ ഭാഗമായി ഞാൻ മാറേണ്ടി വരുമോ എന്ന് ആലോചിച്ച് ഇപ്പത്തല്ല ഞാൻ പറയാം, ഇപ്പോഴത്തെ ഒരു സാധനം ആരെ കയ്യിലും ഒന്നും ഞാൻ ബാഡായിട്ട് ചെയ്തതൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ ഇതിൽ എനിക്ക് ഇനി സേഫ് അല്ല. ഞാൻ ഇതിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കെതിരെ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇതേമാതിരി തിരിയാം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എടുത്ത ഡിസിഷനാണ് ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണെന്നുള്ളത്. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം എടുത്ത് ഞാനത് റാംബോൻ്റെ അടുത്ത് പറയാൻ വേണ്ടി വിളിച്ച സമയത്ത് റാംബോ ഫോൺ എടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുക്കാത്ത കാരണം റാംബോ എൻ്റെ അടുത്ത് ആ സമയത്ത് മുട്ട ഉടക്കായി നിൽക്കുമായിരുന്നു. അപ്പം റാംബോ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്കിതിൽ വെറുതെ കുറേ ആലോചിച്ച് വെറുതെ ഇങ്ങനെ എല്ലാവരെയും സൈഡ് നോക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു തീരുമാനം എടുക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഒഫീഷ്യലി സ്റ്റോറി ഇട്ടത്. മനസ്സിലായോ? ഒഫീഷ്യലി ഞാൻ സ്റ്റോറി ഇട്ടു. സ്റ്റോറി ഇട്ടതിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ആൾറെഡി എക്സിറ്റ് അടിച്ച് ഞാൻ പോന്നു. പിന്നെ ഞാൻ സ്റ്റോറി ഇട്ടു. സ്റ്റോറി ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ എല്ലാവരും എന്താ പറയുക, കുറച്ച് പേര്, ഞാൻ പറയാ എല്ലാവരും നല്ല കുറച്ച് പേര് എനിക്ക് എൻ്റെ അടുത്ത് പറയാതെ തന്നെ, ഒന്നും ചോദിക്കാതെ തന്നെ റാംബോ ഇതൊന്നും എഴുതണ്ട അവിടെ, മനസ്സിലായോ? റാംബോൻ്റെ ഭാഗത്ത് അങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നുമില്ല. റാംബോ എന്ന് നിങ്ങൾ പറയണത് എന്താ വെച്ചാൽ ആ സമയത്ത് അത്രയും ട്രിഗറായാണ് നിൽക്കുകയാണ് റാംബോൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ബാക്കിയുള്ള ഫാക്ടേഴ്സിൻ്റെ ഒക്കെ അപ്പുറത്ത് എനിക്കിതിൽ കളിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് തോന്നി. അഥവാ ഇതിൽ ഞാൻ കളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇവന്മാരൊക്കെ എനിക്കെതിരെ തിരിയോ എന്നുള്ള തോന്നൽ വന്നതിൻ്റെ പുറത്ത് മാത്രം ഞാൻ ഇതിൽ നിന്ന് എന്തായാലും ഇറങ്ങുകയാണ്. എനിക്കിതിൽ കളിക്കുന്ന റിസ്ക് ആണെന്ന് തോന്നിയോണ്ട് എൻ്റെ ആ ട്രസ്റ്റ് ബ്രീച്ചായി ഗൈസ്. അത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ആ ട്രസ്റ്റ് ബ്രീച്ചായി, അതാണ് ആക്ച്വൽ സംഭവം, മനസ്സിലായോ? ആ ട്രസ്റ്റ് ബ്രീച്ചായതോടുകൂടി
ഞാൻ എന്തായാലും ഇറങ്ങുകയാണെന്നുള്ള തീരുമാനം എടുത്ത് ഞാൻ ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. അതിൻ്റെ ബാക്കിൽ കുറേ പേര് മെസ്സേജ് പോലും അയക്കാതെ എൻ്റെ നേരെ ബാക്കിൽ ചുമ്മാ ഇറങ്ങി. സ്റ്റോറി ഇട്ടിട്ട് തന്നെ മാക്ക് ഇറങ്ങി, മാലിക് ഇറങ്ങി, ബ്ലേക്ക് ഇറങ്ങി, ബിലാൽ ഇറങ്ങി. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോലുമില്ല, ഓല് ഞാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ഇറങ്ങി. അപ്പം അത്രേ ഉള്ളൂ സംഭവം ആദ്യത്തെ കേസ്. പിന്നെ ഈ പറയണ പോലെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞതിൽ ഇതിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇന്നലെ ലൈവ് ഇടുന്നതിന് മുമ്പ് 8 മണിക്ക് ഇതേമാതിരി ഒരു 8-8:30 എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് ഇതേപോലെ ചെന്ന സമയത്ത് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ റാമ്പോ അടക്കി ഇതേമാതിരി ഒരു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ട്രസ്റ്റ് ബ്രീച്ച് ചെയ്തതിൻ്റെ പുറത്താണ് ഞാൻ പോകണമെന്നുള്ളത് ആരടുത്തും പറഞ്ഞിട്ടില്ല. ഞാൻ അല്ലാതെ തന്നെ ഞാൻ ആ വി സിന്ന് ഞാൻ എല്ലാവരും നന്നായി കളിക്കണം എന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് അത് ഞാൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വി സി. കാരണം ഇനി ഇൻ കേസ് ഫ്യൂച്ചറിൽ എപ്പോഴേലും പ്രശ്നം വരരുത്, എനിക്ക് ഞാൻ ഊമ്പിച്ചു എന്നുള്ളൊരു പ്രശ്നം വരരുത് എന്ന് എഴുതിയിട്ട് ആ സാധനം ഞാൻ റെക്കോർഡ് എടുത്ത് വെച്ചാണ്. ആ റെക്കോർഡിൽ കേട്ട എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അതിൽ മാന്യമായിട്ടാണ് പറയണത്. നിങ്ങളെല്ലാവരും നന്നായി കളിക്കണം, ഞാൻ എന്തായാലും ഇറങ്ങുകയാണ്, എനിക്ക് പേഴ്സണലി അത്രയും ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കൂടെ പോരുന്നവരെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ഓലെ ഞാൻ ഡിസപ്പോയിൻ്റ് ആക്കൂല. ചിലപ്പോൾ ഓൽക്കും വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ഗ്യാങ് തുടങ്ങും, പക്ഷെ നിങ്ങൾ നന്നായിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇതിന്ന് അപ്പോഴും റാംബോ അതിലൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ഞാൻ ഇതിന്ന് കംപ്ലീറ്റ്ലി മാറിത്തരാം, നീ ഇവരെ വെച്ചിട്ട് പുതിയൊരു ഗ്യാങ് ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കോ, ഇവരെ വെച്ച് കംപ്ലീറ്റ്ലി ഒരു ഗ്യാങ് ആയിട്ട് കൊണ്ടുപോയിക്കോ എന്നുള്ളത് റാംബോൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞുതരാം. അത് ഞാൻ ആരും എങ്ങനെ എടുത്താലും എനിക്കൊരു അണ്ടിയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അത് കംപ്ലീറ്റ്ലി നോക്കി നടത്തിയിരുന്നത് ഒക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലീഡർ, ഫസ്റ്റ് വന്ന ലീഡർ തൊപ്പിയായിരുന്നു, രണ്ടാമത്തെ ലീഡർ ഷമീറായിരുന്നു, മൂന്നാമത്തെ ലീഡർ റാംബോ ആയിരുന്നു. ഇത്രയും മോശി ഇഷ്യൂസ് വന്ന് അതിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി പോയി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. കാരണം നമ്മളതിൻ്റെ മാക്സിമം 100 ഇട്ട് അത് എല്ലാ വാറാണെങ്കിലും ടർഫാണെങ്കിലും ഒക്കെ അത്രയും നമ്മൾ പ്രാക്ടീസും ചെയ്ത് എല്ലാം ഇട്ട് വന്നിട്ട് അതിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി പോയി എന്ന് തോന്നിയപ്പം എനിക്കതിന് പേഴ്സണലി താല്പര്യമല്ല. ഞാൻ അങ്ങനെ ഒരു റെപ്ലിക്ക അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പേര് മാത്രം മാറ്റി കളിക്കുന്നതിൽ എനിക്ക് താല്പര്യമല്ല. ഞാൻ എന്തായാലും ഇറങ്ങുകയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ തീരുമാനം ഉണ്ടായിരുന്നത്. അതിൽ എനിക്ക് എന്താ പറയുക, വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അവിടെ കളിക്കുന്നവർ കളിച്ചോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഒരുത്തനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഞാൻ ഒരു കാര്യം പറയല ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് അറിയാം, 26 പേരെന്തോ 24 പേര് ഒറ്റ വട്ടം പോലും ഷെയ്ക്ക് ഒരാൾക്കും അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടോ ഒരാളെടുത്ത് പോലും എൻ്റെ ഒപ്പം പോരോന്ന് ചോദിച്ചിട്ടോ ഞാൻ നിന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അല്ലാതെ തന്നെ 24 പേര് എന്താ പറയുക, MRG അല്ലാതെ ഷെയ്ക്കിൻ്റെ കൂടെയാണ്. അഥവാ ഫെയിമും പൈസയും ഒന്നും അല്ല, MRGൻ്റെ ഓഡിയൻസോ ഇതൊന്നും അല്ല ഞങ്ങൾക്ക്, ഞങ്ങൾ ഷെയ്ക്കിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 24 പേര് വന്നു. 24 പേരുണ്ട്. ഞാനതുപോലെ ടൈപ്പ് ചെയ്ത് വെച്ചു. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാർ, അഥവാ ഒരാൾക്ക് പോലും ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു കണ്ടേടാ നീ കൂടുമെന്ന് ചോദിച്ചിട്ടില്ല, ഒരാൾക്ക് പോലും. എൻ്റെ സൈഡിൽ നിന്ന് ഒരുത്തനും വിളിച്ചിട്ടുമില്ല. ഞാനത് ബിലാലും അതിലൊരു കറക്ഷൻ കേട്ടോ, ബിലാൽ ഒരു ഇത് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടത്തില, ഞാൻ ഇപ്പോൾ പറയണില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡാവും, നിങ്ങൾക്ക് ഓഡിയൻസിന് അത് ബാഡാവും. ഞാനത് ചെയ്യൂല, അങ്ങനത്തെ ഒരു നിങ്ങൾക്കത് പറയാൻ താല്പര്യമില്ല. ഇതിൽ ഞാൻ പറയാലോ, അവിടെ ഈ ഒരു സംഭവം നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ഓപ്പണായിട്ടൊരു കാര്യം പറയാം. അവിടെ വി സിയിൽ കാര്യമായിട്ട് എല്ലാവരെയും ഇരുത്തി എങ്ങനെ നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവില്ലേ, ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കണം സെർവർ സൈഡിലേക്ക്. അപ്പം നമ്മൾ ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്ന പ്ലേയേഴ്സിൽ കുറേ പേര് ഇതേമാതിരി ലിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി നിന്നു. ഞാൻ ഇതുവരെ ഇവിടെ ലിസ്റ്റിനെ പറ്റി ഞാൻ തീരുമാനമാക്കിയിട്ടില്ല, ഗ്യാങ് തുടങ്ങുന്നതിനെ പറ്റി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമാക്കിയിട്ടില്ല. പക്ഷെ അവിടെ പുതിയ റിക്രൂട്ട് എടുക്കുന്നതിനെ പറ്റി വരെ ഓൾറെഡി ചർച്ച നടന്നിക്കണേ. ഞാൻ ആദ്യം പറഞ്ഞതാണ് ഗ്യാങ് തുടങ്ങണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവർ കൂടെ വന്ന ആൾക്കാർ, ഞാൻ ഇന്നലത്തെ ലൈവിലും അതാ പറഞ്ഞത്, കൂടെ വന്ന ആൾക്കാരെ ഊമ്പിപ്പിക്കാൻ പറ്റൂലല്ലോ. അവർ ഞാൻ ഓലെ ഡിസപ്പോയിന്റ് ചെയ്യൂല അല്ലെങ്കിൽ അവരെ കൈ വിടൂല എന്ന് കരുതി വന്നതല്ലേ. അത് ആ സമയത്ത് ആകെ 5-6 ആൾക്കാരേ ഉള്ളായിരുന്നു. 5-6 ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ. ആരൊക്കെയായിരുന്നു അറിയാം ആ സമയത്ത്, ഞാൻ പറഞ്ഞുതരാം. ഞാനും മാക്കും മാലിക്കും ബ്ലേക്കും ബിലാലും ഉസ്മാനും ഇസ്മായിലും 7 ആൾക്കാരായിരുന്നു ഞങ്ങളാകെ ഒരുമിച്ച് ഇറങ്ങിയാൽ. അഥവാ വിത്തൗട്ട് ഒരു റീസണും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി, ഓല ഇറങ്ങി.
ഒരു കാര്യമില്ല. അഥവാ ഒന്നും പറയാതെ പോലും ഇറങ്ങിയത് ഈ 7 ആൾക്കാരാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ ഈ മീറ്റിങ്ങിൽ ചെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വേറെ ആയിട്ട് പോവാണെന്ന് പറഞ്ഞപ്പം ഷെയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും പോരാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച കുറേ പേരുണ്ട്. അത് ലിസ്റ്റായിട്ട് ഞാൻ ലിസ്റ്റായിട്ട് ഞാൻ പറയാം ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാം. എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ ഒരാൾക്കും അങ്ങോട്ട് വിളിച്ച് പറയാതെ എനിക്ക് ഈ 24 ആൾക്കാരെ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടാ നീ എൻ്റെ കൂടെ നിൽക്കൂലേന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 35-40 ആൾക്കാർ എനിക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ട്രസ്റ്റ് ബ്രീച്ച് ആയതിൻ്റെ പുറത്താണ് ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയത്. രണ്ടാമത് അത് അതിൻ്റെ സെയിം റെപ്ലിക്ക എടുത്ത് മാറ്റിയാണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ ആ ഡിഗ്നിറ്റി പോയി ഗൈസ്. അതിൻ്റെ ഒരു 4th ലീഡർ ആയിങ്ങാണ്ട് ആയിരിക്കും. വെറും അങ്ങനെ മാത്രമാണ് ഇനി ഇവിടുന്ന് എല്ലാവരും കാണുക എന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അതിൻ്റെ ഒരു 4th ലീഡർ ആയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്. സെപ്പറേറ്റ് ഞാനൊന്ന് തുടങ്ങി ഞാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഓർഗ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാൻ കൊണ്ടുപോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയത്. ഇതൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിലൊക്കെ ഞാൻ പറയട്ടെ ഗൈസ്, എനിക്ക് ഏറ്റവും സങ്കടം ഇതൊന്നുമല്ല. ഇതിൽ ഈ പേരിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പുറത്ത് ഇരുന്നിട്ട് വി സിയിൽ ഇരുന്നാണ്ട് എന്നെ അപരാധിച്ച അപരാധമുണ്ട്. ഞാൻ ഇവരെതിരെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം പോലും ഒരാളോട് ഞാൻ മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിലെല്ലാവരും അല്ല ഞാൻ പറയണത്, അതിൽ കുറച്ച് പേര് ഇരുന്ന് അപരാധിച്ച അപരാധമുണ്ട്. ഞാൻ എന്തോ ഇട്ടിട്ട് പോയി എന്നെല്ലാം പറഞ്ഞു കണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അവർക്ക് വേണ്ടി അത്രയും ഞാൻ നിന്നിട്ട്, അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈവൻ അവിടെ നിൽക്കുന്ന ആൾക്കാർ ബാന്, ഇൻഡെഫിനിറ്റ് ബാന്, പെർമനന്റ് ബാന്, അങ്ങനത്തെ കേസുകൾ വരെ ഉണ്ടായിട്ട് പോലും അവിടെ സ്റ്റിൽ നിൽക്കണത് ഇൻ്റെ ആ ഒരു ഇതിൻ്റെ പുറത്ത് മാത്രമായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി സെർവറിലൊക്കെ പോയി സംസാരിച്ചതിൻ്റെ ഒരു ഇതിൻ്റെ പുറത്ത് മാത്രമാണ് ഓലെ പിന്നെയൊക്കെ കുറേയൊക്കെ കണ്ണടച്ച് വിട്ടത്. ഞാൻ ഒരാളെയും പറയില്ല ഗൈസ്, പേര് ഞാൻ ആരതും പറയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ലൈവ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാം. ഇതിൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ആരടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും റാമ്പും ഇങ്ങനത്തെ ചെറിയ കുറച്ച് ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോണത് എന്നുള്ളത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യ റാമ്പോൻ്റെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് പൊട്ടരുത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ഞാൻ ഇറങ്ങിപ്പോയി എന്നുള്ളതൊന്നും ഇവർക്ക് തോന്നരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പോവാണ്. വേറെ ഇഷ്യൂ അതിൻ്റെ റെക്കോർഡ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. കാരണം അത് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾക്കും ഒരു ഹെയ്റ്റ് ഇല്ലാതെ, ഒരാളോട് പോലും ഒരു നെഗില്ലാതെയാണ് ഞാൻ ഇറങ്ങിയത്. ആ സമയത്ത് പോലും ഇന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരാളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അഥവാ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരാൾ പോലും എനിക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാർ അയച്ചു, 24-26 ആൾക്കാർ എനിക്ക് അയച്ചു. ഇല്ലയെന്നല്ല, അത് ഞാൻ എന്താ പറയുക, അവിടെ ഇപ്പോഴും ഒരു 2-3 പ്ലേയേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി ഡബിൾ മൈൻഡ് ആയിട്ട് ഇവിടെ കളിക്കണോ അതോ അവിടെ കളിക്കണോ, ഇവിടെ കളിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് അവിടെ കളിക്കല്ലാതെ ഓപ്ഷൻ ഇല്ല എന്ന് കരുതി നിൽക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. 1-2 പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സ് എൻ്റെ അറിവിലുള്ളത്. എനിക്ക് പേഴ്സണലി എന്നെ വിളിച്ചെങ്ങാണ്ടും അല്ലാതെ ഞാൻ അല്ലാതെ അറിഞ്ഞതായിട്ട് അങ്ങനെ 2 പ്ലേയേഴ്സ് ഉള്ളു. അല്ലാത്ത ഒരുത്തനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. നമ്മളൊന്ന് മാറിയപ്പോത്തിന് അവിടെ ഇരുന്ന് വി സിയിൽ ഇരുന്ന് അവരാതാ. അപ്പം അങ്ങനത്തെ കുണ്ണാൾ ഇനി എന്തായാലും എൻ്റെ ഒപ്പം കളിക്കൂല. അതും ഞാൻ എടുത്ത തീരുമാനം. അത് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരും വേണ്ട, ഈ ചാറ്റിൽ ആ സ്പാം വരും വേണ്ട. അത് ഞാൻ എത്ര നിങ്ങളത് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ഇവിടെ ഞാൻ അത് കളിക്കൂല. കാരണം ഇവന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അത്രയും നിന്ന് കൊടുത്തിട്ട്, എല്ലാ സാധനത്തിനും ഞാൻ നിന്ന് കൊടുത്തിട്ട്, ഞാൻ അവിടുന്ന് ഒന്ന് മാറി ഒന്ന് ജസ്റ്റ് ഞാൻ വേറെ ഗ്യാങ് തുടങ്ങുകയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരുത്തനെയും വിളിച്ച് ഞാൻ ഒരു 10 ആൾക്കാരെ നിങ്ങൾ വരുമോ എന്ന് വിളിച്ച് ഇവന്മാരെ നിന്ന് സ്പ്ലിറ്റാക്കി കൊണ്ടുവരുമോ ഒന്നും ചെയ്യാതെ ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നിട്ട് പോലും എന്നെ ഇരുന്ന് അപരാധിച്ചിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവന്മാരൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കൊന്നും പറയാനില്ല അതിലൊന്നും. അതാരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇനി മെസ്സേജ് വരേണ്ട കാര്യം. ഞാനത് എന്തായാലും ഞാൻ ചെയ്യൂല, ഉറപ്പാണ്. അത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യൂല. അത് തീരുമാനിച്ചത് ഞാൻ ഓൾറെഡി. അത് എനിക്കത് ഭയങ്കര നെഗായിടാ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ആ വി സിയിൽ ഇന്ന് അപരാധിക്കാതെ വെറുതെ ഇരുന്ന് കൊടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ട ഈ സാധനം തൂക്കി പിടിച്ചിങ്ങാണ്ട്. ഞാൻ ഒരുത്തനെയും വിളിച്ചിട്ടില്ല, ഒരുത്തനെയും. അതിൽ വേറെ കേസുണ്ട്, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനത് പറയൂല. ആളെ പേരാണ് ആരൊക്കെയാണ് വി സിയിൽ ഇരുന്ന് അപരാധിച്ചതെന്നൊന്നും ഞാൻ അങ്ങനെ ഒരാൾക്കും ഹെയ്റ്റ് കൊടുക്കാനോ ഇതൊക്കെയൊന്നും കരുതിയില്ല. കുറച്ച് പേരെ ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറേ പേര് കാര്യം അറിയാതെ ഇപ്പോഴും ഡബിൾ മൈൻഡിൽ നിൽക്കുന്ന കുറേ പേര് അവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങോട്ട് വരണ്ട, ദയവ് ചെയ്ത് ഇൻ്റെ അടുത്തേക്ക് വരണ്ട. ഇന്നെ വിശ്വസിച്ച് ഞാനെന്ന് കരുതി വന്ന ആൾക്കാരെ മാത്രമേ ഇവിടെ കളിക്കുകയാണെങ്കിൽ കളിപ്പിക്കുള്ളൂ.
ലിസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. 24 പ്ലേയേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഞാൻ, മാക്ക്, മാലിക്, എവിടെത്, ഞാൻ, മാക്ക്, മാലിക്, ബ്ലേക്ക്, കുറുപ്പ്, ദിഗോഡ്, ഫ്ലഫി, ജോഷുവ, വിപ്സി, നോക്കിയ, മിന്നൽ, ടർബോ. ടർബോ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ വിസ്ഡം. ഇവന്മാർക്ക് കളിക്കാൻ പറ്റൂല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് കളിക്കാൻ പറ്റൂല എന്ന് അറിഞ്ഞിട്ടും ഇവന്മാര് ഷെയ്ക്ക് എവിടെയാണോ അവിടെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതാ. കളിക്കാൻ അറിയൂല എന്ന് അവന്മാർക്ക് അറിയാം. അഥവാ 18 താഴെയാണ്, എന്നിട്ട് പോലും മെസ്സേജ് കണ്ട് ഷെയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ എൻ്റെ ഒപ്പം നിൽക്കണ്ട. അത് എനിക്ക് അങ്ങനെ പിന്നെ അത് ഞാൻ വരെ തൂക്കി പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് പോകില്ല. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ അടുത്ത് ഒരാളും പേര് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് വരരുത്. കുറേ മെസ്സേജ് ഉണ്ട്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ തീർക്കാൻ പറ്റും എന്നുള്ളത്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ തീരൂല കൈസ്. ഇത് മുന്നോട്ട് നല്ല രീതിക്ക് പിന്നെ പോകില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യൂല. നമ്മളിപ്പോൾ എവിടെ നിർത്തിയത് ലാസ്റ്റ്? നോക്കിയ, മിന്നൽ, ടർബോ. ലാസ്റ്റ് എവിടെ നിർത്തി? അതന്നെയല്ലോ, ടർബോനെ നിർത്തി. പിന്നെ കിഡു, ചരൺ, ഇക്രു, ജെ, റെക്സ്, പപ്പടം, ഉസ്മാൻ, ഇസ്മായിൽ, ടക്കായി, സക്കായി, അലക്സ്, ബിലാൽ. ഇത്ര പ്ലേയേഴ്സാണ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. എനിക്ക് വിളിച്ചുകാണ്ടും എന്നോട് പറയാൻ മടിയായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ എൻ്റെ ഞാൻ ഡൗൺ ആയി നിൽക്കുകയാണെന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവരോട് ഷെയ്ക്കിൻ്റെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞതുമായിട്ടുള്ള പ്ലേയേഴ്സ് ഇത്രയും പ്ലേയേഴ്സാണ്. അതിലിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ബുള്ളില്ല കൈസ്, ബുള്ളില്ല, സി കെമാരില്ല, വേറെ ഒരാളും ഇല്ല. എൻ്റെ അടുത്ത് പേരോ ഒന്നും ഒന്നും വരും വേണ്ട. ഒന്നിനും എനിക്ക് പറയാനില്ല. മനസ്സിലായ? ഇതിൽ ഇന്നെ വിളിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ വിളിച്ച് ലിറ്ററലി കരഞ്ഞ് എന്ത് തീരുമാനം എടുക്കാൻ കഴിയാതെ ഞാൻ ഇതിന്ന് ബ്രേക്ക് എടുത്ത് ഇറങ്ങി പോവാണ്, ഞാൻ ഇനി വരൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ കേസ് ഏതെങ്കിലും കാലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചിവിടെ കയറുള്ളൂ എന്ന് പറഞ്ഞു പോയ 2 പ്ലേയേഴ്സ് പ്രണവും ചാർലിയാണ്. കാരണം ഓൾറെഡി അവിടെ പേര് അവിടെയാണ് ഓല് കൊടുത്തത്. പക്ഷേ അവിടുന്ന് മുമ്പിച്ചിട്ട് ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഷെയ്ക്കിൻ്റെ ഒപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൽക്കും പേടാവും എന്ന് പറഞ്ഞ് ഓല് ലിറ്ററലി ഈ കമ്മ്യൂണിറ്റി അഥവാ RP തന്നെ ഞങ്ങൾ ബ്രേക്ക് എടുത്ത് പോവാണ്, ഏതെങ്കിലും കാലത്ത് വരാം, എപ്പോഴേലും സമയത്ത് വരാമെന്ന് പറഞ്ഞ് അവർ പോയി. ചാർലിയും പ്രണവും പോയി. ഇനി അവർ ഇങ്ങോട്ട് വരുമോ, എപ്പോഴാണ് വരിക, അതൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റിയൊന്നും ചോദിക്കണ്ട. അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ചിലപ്പോൾ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. ഇതിപ്പോൾ ഇത്രയും പ്ലേയേഴ്സ് ആയി ഓൾറെഡി. 24 പ്ലേയേഴ്സ് ആകുമ്പോൾ പിന്നെ എനിക്കിഞ്ഞ് ഇവരെ വെച്ചൊരു ഗ്യാങ് തുടങ്ങാതെക്കാൻ പറ്റൂല. ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ അപരാധിച്ചതിന് കൂട്ടു നിന്നതിനും ഒന്നും ഞാൻ എന്തെങ്കിലും ഒരു സാധനം എന്താ പറയുക, ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇവന്മാർക്കെതിരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒന്നും പറയാതെ തന്നെ ഇന്നെ അങ്ങനെ ആ ഒരു രീതിക്ക് കണ്ടതിന് എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. അത് ഇന്നെ ഞാൻ ആരും നിർബന്ധിച്ച് ഇതാക്കിയിട്ടൊന്നും എൻ്റെ അടുത്ത് വരരുത്. ഞാനത് ചെയ്യൂല. അതിന് എനിക്ക് DM വരണ്ട. എനിക്ക് ഈ പറയണ പോലെ എന്താ പറയുക, മോഡ്സിനെ കൊണ്ട് എനിക്ക് മെസ്സേജ് അയപ്പിച്ചുകൊണ്ട് ദയവ് ചെയ്ത് പറയണ്ട. ഞാനത് ചെയ്യൂല. അവിടെ കമ്മിറ്റ്മെൻ്റ് ആയി നിന്നവർക്ക് അവിടെ അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൽ പാർട്ടാവുക, അതിൻ്റെ പാർട്ടാവുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കേസ്, ഞാൻ ഇതിക്ക് PC കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു. അതിപ്പോൾ അവിടെ പറഞ്ഞത് തന്നെ. അതിപ്പോൾ ഈ അവിടെ ഉള്ള ആൾക്കാരും കൂടി അറിയാൻ വേണ്ടിയിട്ടാ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാനിതൊന്ന് ഇത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഞാൻ PC കൊടുത്തിട്ടാണ് ഇവന്മാരെയൊക്കെ വിളിച്ചത്. അതേപോലെ എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഓരോന്ന് പൈസ കൊടുത്ത് ഇതാക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് പറച്ചിൽ. ഇനി ചിലപ്പോൾ അത് പുറത്ത് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ്. ഞാൻ MRGയിൽ നിന്ന സമയത്ത്, MRGൻ്റെ കോ ലീഡറായിട്ട് നിന്ന സമയത്ത് MRGയിലുള്ള ബാക്കി പ്ലെയേഴ്സിനും അറിയില്ല. അതേപോലെ ഇതിൽ ലിസ്റ്റിലുള്ള പ്ലേയേഴ്സിനും അറിയില്ല ഇവർക്ക് PC ഉണ്ട് എന്നുള്ളത് അറിയില്ല. കുറിപ്പ് ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയറിൻ്റെ പേര് കൊണ്ട് ഇൻ്റെ അടുത്തേക്ക് വരണ്ട. മനസ്സിലായോ?
ഒരു പ്ലെയറിൻ്റെ പേര് കൊണ്ട് ഇനി ദയവ് ഇതിൻ്റെ അടുത്ത് വരണ്ട, എനിക്കതിന് താല്പര്യമല്ല. പിന്നെ ഇതിൽ കുറച്ച് 2-3 പ്ലേയേഴ്സ് മൈൻഡ് എന്താ പറയുക ഡബിൾ മൈൻഡായി നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അത്രയും വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട്. ഇത്ര നടന്നിട്ട് പോലും ഒരു കോള് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും അന്വേഷിച്ചാത്ത ആൾക്കാരുണ്ട്. ഓരോ കേസും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട ആരും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്താ പറയുക വേറൊരു സംഭവം പറയാനുള്ളത് എന്താ വെച്ചാൽ MRG നിന്ന സമയത്ത് ഞാൻ അതിൻ്റെ കോ ലീഡറായി നിന്ന സമയത്ത് 8 പേർക്ക് ഞാൻ PC അഥവാ 8 പേർക്ക് ഞാൻ PC ഞാൻ ഇതാക്കിയിരുന്നു. അതിൽ ദിൽഷാദ് ബ്രോൻ്റെയും ഹബീബി ബ്രോ അതേമാതിരി ഷാറൂഖ് ബ്രോ ഇവരൊക്കെ കുറച്ച് കോൺട്രിബ്യൂഷനും പിന്നെ ഇപ്പോൾ ഉള്ളവന്മാരെ PC എക്സ്ചേഞ്ച് ചെയ്തിട്ടും അതേപോലെ കുറച്ച് എൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് ഇട്ടിട്ടാണ് 8 PC ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊട്ടേഷനും കൊടുത്ത് അതിൻ്റെ എല്ലാം സെറ്റാക്കി ഓൾമോസ്റ്റ് ഫിക്സ് ആക്കി വെച്ചതാണ്. ആ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഒരു മിനിറ്റ് ഞാനത് കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞാലേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇതെന്താ അത് വരാത്തെ അണ്ടി ഇതിനെന്തല്ലോ ബഗ് ഉണ്ടടാ തേങ്ങ. നിങ്ങൾക്ക് കാണാവോ ഗൈസിൻ്റെ ഫോണ് കാണാവോ? ആ വന്നു. ഇതാണ് ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിലിതാ ഇത് ഡേറ്റ് നോക്കണേ. ഡേറ്റ് നോക്കണം. മൺഡേ അഥവാ 6-ാം തീയതി അല്ല 6-ാം മാസം 8-ാം തീയതി 8-ാം തീയതി 6-ാം മാസം ഫ്ലഫി ദിഗോഡ് പ്രണവ് പിന്നെ മാരി അലക്സ് കുറുപ്പ് ബിലാൽ ചാർലി ഈ 8 പേർക്കാണ് ഫസ്റ്റ് PC റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ട് ഓൾറെഡി കൊടുത്തത്. ഇത് എല്ലാവരും കണ്ടല്ലോ അല്ലേ? മൺഡേ തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ഓൾറെഡി ഇവന്മാർക്ക് ഞാൻ PC റെഡിയാക്കാൻ വേണ്ടി ഓൾറെഡി കൊട്ടേഷനും കാര്യങ്ങളൊക്കെ അയച്ച് പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് ഒരു കൊളാബ് വെച്ച് കണ്ട് എത്ര കോൺട്രിബ്യൂഷൻ പോലെ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കി ഓൾറെഡി ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ശരിയാക്കി വെച്ചതാ. അപ്പം ഇനിയിപ്പോൾ അതെന്തായാലും ഇവിടെ കയറിയ പ്ലേയേഴ്സിന് എന്തായാലും ഇതിൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇട്ടിട്ട് ആ സാധനം ഞാൻ ചെയ്തു കൊടുക്കും. അപ്പം ഞാൻ PC കൊടുത്തിട്ടാണ് ഇവന്മാരെ ഞാൻ പർച്ചേസ് ചെയ്തത് എന്ന് പറയരുത്. ഓൾറെഡി ഞാൻ അവിടെ ഒരാൾക്ക് വാക്ക് കൊടുത്തതാണ്. ആ ഷോപ്പിലുള്ള ഓണർ ഇന്നെ വിശ്വസിച്ചാണ്ട് ആ PC അവിടെ റെഡിയാക്കി ഉണ്ടാവും. അയാളെ എനിക്ക് ഡിസപ്പോയിൻ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ അയാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നിലനിർത്തണം. അപ്പോൾ ആ PC ഇവിടെ കളിക്കുന്ന പ്ലേയേഴ്സിന് എന്തായാലും കിട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് പയ്യെ എനിക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ഞാൻ ചെയ്യും. അത്രേ എനിക്ക് പറയണുള്ളൂ. വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനല്ല ഗൈസ്. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും പറയാം. എൻ്റെ സൈഡ് ക്ലിയർ ആക്കി നിങ്ങൾക്ക് ഓഡിയൻസിന് മനസ്സിലാക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഊമ്പനാവും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഈഗോവും അണ്ടിയൊന്നും അല്ല, മനസ്സിലായോ? പ്രോപ്പർ റീസൺ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ. എനിക്കല്ലാതെ അതിൻ്റെ അകത്ത് ആ ട്രസ്റ്റ് ബ്രീച്ച് ചെയ്തുങ്ങാണ്ട് ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോത്തിന് എനിക്കെതിരെ അപരാധിച്ച ആൾക്കാർ. അപ്പം അങ്ങനെ ഞാൻ കളിക്കൂല. അത്രേ ഉള്ളൂ. അതിൽ മാറ്റമല്ല. അതാണ് അതിൻ്റെ ഫൈനൽ. ഇല്ല ഗൈസ്, ഞാൻ ഇന്ന് RP ഉണ്ടാവില്ല. ഞാൻ ഒന്നാമത് മൈൻഡ് റെഡി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. നിങ്ങൾക്ക് ജസ്റ്റ് സ്ട്രീമിൽ വന്നുകാണ്ട് ഈ കാണുന്ന ഈ അതാരാണ് വെച്ച് സിദ്ദീഖ് ബിൻ അബ്ദുള്ള താങ്ക് യു ഫോർ ദ 100 കിക്ക് പോയിന്റ്സ്. നിങ്ങൾ ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾ കാണുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവന്മാർ ഓരോരുത്തരിരുന്ന് നമ്മളെ പറ്റി പറയണതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ലൈവ് പോലും വരാൻ തോന്നൂല. അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ലൈവ് ഇടുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ലൈവ് ഇടാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിത് ഗ്രൂപ്പിൽ നിന്ന് ഓൾറെഡി കുറേ പേര് ഇറങ്ങി എന്നുള്ളത് എനിക്കറിയാം. ഒരു കുഴപ്പമില്ല. അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ. ബോസ് 999 താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. W ബോസെ ഫുൾ സപ്പോർട്ട്. താങ്ക് യു ബ്രോ. താങ്ക് യു മീൻസ് എ ലോട്ട്. ദിൽഷാദ് ബ്രോ താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. വി ആർ വിത്ത് യു. താങ്ക് യു ബ്രോ. മീൻസ് എ ലോട്ട്.
ഞാൻ ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല ഗൈസ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. എന്താ പറയുക, എല്ലാവരും വിചാരം ഞാൻ ഈഗോന്റെ പുറത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യണമെന്നുള്ളത്. എനിക്ക് ഈഗോ അണ്ടിയൊന്നും അല്ല. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഈ ട്രസ്റ്റ് ബ്രീച്ച് ചെയ്തതിൻ്റെ ഒക്കെ പുറത്താണ് ഞാൻ അതിന് ഇറങ്ങിയത്. പക്ഷെ അത് കുറേ പേർക്ക് അവിടെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാനത് പറയാത്ത എന്താ വെച്ചാൽ അത് ഞാനും റാമ്പുമായിട്ട് ഇനി ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഇപ്പം ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. ഞങ്ങളതൊക്കെ സംസാരിച്ച് ഇപ്പം ചില്ലായി. പക്ഷെ അപ്പോത്തിന് കാര്യങ്ങളൊക്കെ കൈവിട്ട് അങ്ങ് എത്തി, മനസ്സിലായോ? അപ്പൊ ആ ഒരു സമയത്ത് എന്താന്ന് പോലും അറിയാതെ ഇരുന്ന് ആരാധിക്കണ കൂട്ടത്തിൽ ഇരുന്നതിന് എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇനി കൂടെ കൂട്ടി കളിപ്പിക്കുന്നതിൽ പേഴ്സണലി താല്പര്യമില്ല. അത്രേ ഉള്ളൂ. ഓൺലൈൻ ഷോ താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. വുൾഫാണ് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുന്നത്. താങ്ക് യു ബ്രോ, മീൻസ് ലോട്ട്.